നമ്മളിന്ന് പോകാൻ പോകുന്നത് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിലേക്കാണ്. വൈകിട്ട് ഏകദേശം 6 മണിയായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓണം, വിഷു ഇതെല്ലാം ഒരുമിച്ചിട്ടാണ് ആഘോഷിക്കുവാന്ന്. അതുപോലെ തന്നെ നമ്മൾ ഈ യാത്രകൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ കല്യാണം ഇതിനെല്ലാം നമ്മൾ ഒരുമിച്ചിട്ടാണ് പോവുക. അപ്പോൾ ഇന്ന് നമ്മളെ കൊട്ടിയൂർ യാത്രയിലും ഇതുപോലെ തന്നെയാണുള്ളത്. എല്ലാവരും ഒരുമിച്ചിട്ടുണ്ട്. അമ്പലത്തിലേക്കായതുകൊണ്ട് ചില ആൾക്കാരെ കുറവുണ്ട്, എന്നാലും അത് കാര്യമാക്കാണ്ട് നമ്മൾ പോകുന്നതാണ്. ഇനി ആടെ ചെന്നിട്ട് എങ്ങനെയാണ് വീഡിയോ എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നീലവ്വേനെയും ഫാമിലീനെയും മാത്രമാണോ കാണാൻ പറ്റുമെന്നോ ആടെ ഉള്ളിൽ കയറാൻ പറ്റുമെന്നോ ഒന്നും എനിക്കറിയില്ല. എന്നാലും നമുക്ക് പോയിട്ട് വരാം. ഇതാ വണ്ടിയെല്ലാം വന്നിട്ടുണ്ട്. ആൾക്കാരെല്ലാം ഓരോന്നായിട്ട് വരുന്നു. തലങ്ങും വിലങ്ങും വന്നിട്ട് വണ്ടിയിൽ ചാടിക്കയറുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനെയും പെറുക്കി കൂട്ടിയിട്ട് നമ്മൾ കൊട്ടിയൂരേക്കുള്ള യാത്ര തുടങ്ങുന്നു. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊന്നും അങ്ങനെ എടുത്തില്ല. യാത്ര തുടങ്ങിയാലും തന്നെ ഛർദ്ദിക്കാനുള്ള ആൾക്കാർ ക്യൂ ആയിരുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തെത്തി നിർത്തി ഛർദ്ദിയെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ സാവധാനമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നൈറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വീഡിയോസ് എടുക്കാനൊന്നും പറ്റില്ല. എല്ലാം അപ്പുറം ഇപ്പുറം കാട് പോലെയായി കഴിഞ്ഞാൽ എങ്ങനെ വീഡിയോസ് എടുക്കാനാ. പിന്നെ നമ്മൾ കാവിലെത്തി. കാവിലെത്തിയിട്ടെല്ലാം എൻ്റെ അമ്മ എന്തൊരു തിരക്കാണെന്നറിയാവോ. മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് വെള്ളത്തിലൂടെ ഇങ്ങനെ നടന്ന് കളിച്ചിട്ടാണ് കാവിലേക്ക് പോയിട്ടുള്ളത്. എല്ലാ പ്രാവശ്യവും ഞാൻ ഈ വെള്ളത്തിലൂടെ പുറമേ ഇങ്ങനെ ചുറ്റുന്നതല്ലാണ്ട് അങ്ങോട്ട് ഉള്ളോട്ടൊന്നും പോകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത്രക്ക് തിരക്കായിരിക്കും. ഇപ്രാവശ്യം പിന്നെ പറയണ്ടല്ലോ, അമ്മാതിരി തിരക്കേനു. പിന്നീട് അവിടെ തന്നെയുള്ള തീർത്ഥക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു കല്ലുണ്ട്, അത് തയ്ച്ചിട്ട് ഭസ്മമായിട്ട് തൊടാം. അതിനുശേഷം നമ്മൾ നേദ്യച്ചോറ് കഴിക്കാൻ പോയി. നേദ്യച്ചോറിന് സാമ്പാറും ചോറും പിന്നെ അച്ചാറും ഉണ്ടേനും. അപ്പോൾ അതെല്ലാം കഴിച്ചതിന് ശേഷം കുറച്ച് സമയം നമ്മളെല്ലാവരെയും വെയിറ്റ് ചെയ്തു. പിന്നെ ഈ കാണിക്കുന്നത് കൊട്ടിയൂരിലെ ഓരോരോ സമുദായക്കാർക്കുള്ളതാണേ. ഇവർ നെയ്യ് കൊണ്ടുവരുന്നവർ, എള്ള് കൊണ്ട് അല്ല അങ്ങനെ എന്തെല്ലോ ഉണ്ട്. അപ്പോൾ അവർക്ക് ഓരോ ആൾക്കാർക്കും ഇങ്ങനെ ഓലയിൽ മേഞ്ഞിട്ടുള്ള ഓരോരോ സമുദായക്കാർക്കും ഓരോരോ ഇതുണ്ട്. ഏതുണ്ട് എന്നോട് ചോദിക്കാറോ, ഇങ്ങനെയേ പറഞ്ഞു തരാൻ എനിക്കറിയുള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മൾ ആനേനെ കാണാൻ പോയി. ആനേനെ കാണാൻ പോയതല്ല, നമ്മളവിടെ പോകുമ്പോൾ തന്നെ ആന ശീവേലിക്ക് വേണ്ടിയിട്ട് പോകുന്നുണ്ടേനും. അതുകൊണ്ട് വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ശീവേലി കാണാൻ പോയി. ശീവേലിൻ്റെ ദൃശ്യങ്ങൾ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ തിരിച്ച് നടന്ന് തിരിച്ചു പോകുന്ന വഴി ചെറിയൊരു ക്ഷേത്രം പോലെ ഉണ്ടേനും. അപ്പോൾ അത് മുത്തപ്പൻ്റെ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആടെ കയറി തൊഴുത് കൊട്ടേരിക്കാവ്, അതാണ് അതിൻ്റെ പേര്. പിന്നെ നമ്മൾ ബാവലിപ്പുഴയിൽ ഇറങ്ങി കല്ലൊരച്ചു. ഞാൻ കല്ലൊരച്ചപ്പോൾ ഭസ്മാന്ന് കിട്ടിയത്. ഞാനും എൻ്റെ ഏൻ്റെയും കല്ലൊരച്ചപ്പോൾ ഭസ്മാന്ന് കിട്ടിയത്. ഓരോന്നിൻ്റെയും പുറകിൽ ഓരോരോ ഐതിഹ്യമുണ്ട്. ഭസ്മാണെങ്കിൽ ശിവൻ്റെത്, പിന്നെന്താ ചുവന്ന കുറിയാണെങ്കിൽ ദേവീൻ്റെത്, അങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ ഓടപ്പൂവിനെ കുറിച്ചിട്ടുള്ള ഒന്നും പറയണ്ടല്ലോ. ഓടപ്പൂവിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയായിരിക്കും. ദക്ഷയാഗം നടന്ന ടൈമിൽ വീരഭദ്രൻ വലിച്ചെറിഞ്ഞ ഒരു മുനീൻ്റെ താടിയാണ് ഈ ഓടപ്പൂവ് എന്നാണ് ഐതിഹ്യം. ഓടപ്പൂവ് മുളേനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, ഇത് നമ്മുടെ വീടിൻ്റെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാസ്തുദോഷം, ഗുളികൻ്റെ ദോഷങ്ങൾ അങ്ങനത്തെ എല്ലാം അകറ്റും എന്ന് പറയുന്നുണ്ട്. നമ്മളെ സ്ഥാപനങ്ങളിലായാലും എവിടെയായാലും നമ്മൾ ഈ ഓടപ്പൂവ് കാണുന്നതാണ്. കൊട്ടിയൂരിൽ ഈ വൈശാഖ മഹോത്സവത്തിൻ്റെ ഈ 28 ദിവസത്തിൽ അവിടെ മാത്രം കാണുന്നതാണ് ഈ ഓടപ്പൂവ്. നല്ല രസമല്ലേ? നമ്മളെ ആനേൻ്റെ പുറത്ത് നമ്മൾ വെഞ്ചാമരെല്ലാം കാണുന്നില്ലേ, ആൾക്കാർ പിടിച്ചിട്ടുള്ള, അതുപോലെയല്ലേ കാണാനുള്ള. ഒരു ബാങ്ക് ലോണും സെറ്റാക്കി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, അത്രക്ക് സാധനങ്ങളുണ്ട് മേടിക്കാൻ. അതെന്തോ ആയിക്കോട്ടെ, ഫാൻസി ഐറ്റം ആണെങ്കിലും പൂച്ചട്ടികളാണെങ്കിലും തിന്നേണ്ട സാധനമാണെങ്കിലും അലുവ, പൊരി, പഴയ കാലത്തെ മുട്ടായി, ഒന്നും പറയണ്ട, അത്രക്കുണ്ട്. കണ്ണും മനസ്സും വയറും എല്ലാം നിറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇക്കര കൊട്ടിയൂരിലേക്ക് പോയി. സ്വാഭാവികം അവിടെ നടയടച്ചിട്ടുണ്ടേനും. പിന്നെ അതിനിടക്ക് എൻ്റെ ഒപ്പം TTCക്ക് സീനിയറായി പഠിച്ച അഖിൽ എന്ന് പറയുന്നവർ, അവർ അവിടെ പോലീസായിട്ടുണ്ടേനും. ഓറെ കാണാൻ പറ്റി. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേങ്കിൽ കണ്ട ഇതിൽ എന്നോട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അത് ഞാൻ വീട്ടിൽ പറഞ്ഞുതരോ. അവർ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞു ഭാഗ്യം ആ ചെക്കൻ്റെ. നട പൂട്ടിക്കഴിഞ്ഞാൽ അവിടെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളവിടെ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു മരമുണ്ട്. ആ മരത്തിൽ നിറയെ ശിവലിംഗങ്ങളും ദേവീൻ്റെ ഇതുമുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കണ്ടിട്ട് എന്തോ ഒരു
നല്ല രസമുണ്ട് അത് കാണാൻ. ശിവലിംഗം എല്ലാം അടുത്തുനിന്ന് തൊടാൻ പറ്റിയ തന്നെ ഭയങ്കര ഭാഗ്യല്ലേ. പിന്നീട് തിരിച്ചുള്ള യാത്രയേനും പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി പിന്നെ അവിടെ കീഞ്ഞതേ ഓർമ്മയുള്ളൂ. എല്ലാവരും നാല് വഴിക്ക് പോയി. അങ്ങനെ നമ്മൾ ഈ കൊട്ടിയൂർ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.